എന്താ ചിരിക്കുന്നത്? ഈ വേഷവും ആനയും കൂടി കണ്ട ആരാ ചിരിക്കാത്തത്? ഇഷ്ടായില്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല. എങ്കിലും ആനയും കൊണ്ട് നടക്കുമ്പോ മാഷിന്റെ ആദ്യത്തെ ആ വേഷമില്ലേ, അതാ നല്ലത്. ആ മുറിക്കയ്യൻ ഷർട്ടും മുട്ടുവരെയുള്ള മുണ്ടും, ഹായ്, അതാ സ്റ്റൈൽ. അതാണാ സ്റ്റൈല്? അയ്യേ, ഏതായാലും ഈ സ്റ്റൈലിൽ നടക്കുന്ന ഒരു ആനക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആ അത് പോട്ടെ, ഈ ആനയുമായി ഒറ്റയ്ക്ക് എവിടേക്കാ? അയ്യപ്പനാശാൻ പറഞ്ഞു മാഷിന് ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോന്ന്. മോളെ മെരുക്കി എടുക്കാമെങ്കിൽ പിന്നെയാണോ ആന? ഞാൻ ഇഞ്ഞു കൊണ്ടുപോകുന്നു. പുറത്തു കയറണം? വേണ്ട. പുറത്തു കയറാം? അയ്യോ വേണ്ട. അയ്യോ വാ. വേണ്ട. ഒന്നുമില്ലെന്നേ. എനിക്ക് പേടിയാ. ഒന്നും പേടിക്കാനില്ല. എന്റെ അടുത്തോട്ട് നിന്നോ. ആനയെ നമ്മൾ പോലെ മനുഷ്യരല്ലേ? എനിക്ക് പേടിയാ. വേണ്ട. തൊട്ടോ. കണ്ടോ? തൊട്ടോ. അയ്യോ പേടിക്കാതെ. എനിക്കറിയേണ്ടത് ഇതാ, ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന മാഷെ ആരെങ്കിലും വീട്ടിൽ കയറ്റി താമസിച്ച ചരിത്രമുണ്ടോ? ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ പോയി നിന്റെ കാര്യം നോക്ക്. ഇത് എന്റെ കാര്യം തന്നെയാ. ഞാൻ കെട്ടാൻ പോകുന്നൊരു പെണ്ണായി വീട്ടിലുള്ളത്. അയ്യടാ, അവളെ കെട്ടാൻ പോണ കാര്യം നീ മാത്രമാണ് തീരുമാനിച്ചാൽ മതി. അമ്മായി, നീ വിചാരിക്കുന്ന പോലെ അല്ല വാസുവാ മാഷ്. എത്ര നല്ലവനാന്നറിയോ? പിന്നെ കാർത്തിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അവൾ ഒരു ആണിന്റെ മുഖത്ത് നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇവനെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന എന്തിനാ? എനിക്കിത് കേൾക്കുമ്പോഴാ അമ്മായി, ഞാൻ ഇവിടെ വരുന്ന പോലും ഈ അമ്മാവന് ഇഷ്ടമല്ല. ഹോ, ഇപ്പോഴെങ്കിലും നിനക്കിത് മനസ്സിലായല്ലോ. എന്തിനാ അവനെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? നീ വരൂ വാസു, കാപ്പി തരാം. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തിനാണ് അയ്യപ്പൻ നായരെ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി ഇതിൽ നിന്നും കര കയറാനുള്ള ഒരു കോളിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ. ഉവ്വേ, സമയം തെളിഞ്ഞിട്ട് മൂപ്പരിപ്പോ കിരീടവും ചൊങ്കലും പിടിച്ചല്ലേ നടക്കാൻ പോണേ. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി ഇവിടെ. എന്താണാവോ അടുത്ത തരികിട? തരികിടയും പപ്പടോടെയും ഒന്നും അല്ലേ ചേച്ചി, ഈ ആനയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു ജോലി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ ചേച്ചി? ഈ ആനയും കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട്. വേണ്ട, ഇവിടെ പറയും. അങ്ങനെ ഒരു ജോലി ഉണ്ട്. അയ്യപ്പൻ നായരെ, ആ ചെവി കിട്ടാട്ടു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്താ? കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാട്ടോ. എന്താ അയ്യപ്പൻ നായരെ? എനിക്കൊരു ചുക്കിലിടൂ, താ കാര്യം പറ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഈ ആന ചൂണ്ടിലാകുമെന്നായിരുന്ന എന്നെ ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ സൈക്കിൾ യജ്ഞം, മോട്ടോർ സൈക്കിൾ യജ്ഞം, ആമയജ്ഞം മുതലായവ കണ്ടിട്ടുള്ള മുതലായ പരിപാടികൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കിതാ സുന്ദരമായ മറ്റൊരു യജ്ഞം. ഈ ആനയജ്ഞം, അതായത് ആനയജ്ഞം എന്ന് വെച്ചാൽ ആനയുടെ ഒരു യജ്ഞം. ആന എന്ന് വെച്ചാൽ നമ്മുടെ ആനയുടെ ഒരു കലാസ്നേഹികളായ നാട്ടുകാരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരാന തുടർച്ചയായി 4 മണിക്കൂർ നേരം സൈക്കിൾ ചവിട്ടി ഇവിടെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോവുകയാണ്. ആനയും കടലും കണ്ടാൽ കൊതിതീരാത്ത വസ്തുക്കളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതങ്ങനെയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഹൃദയസ്തംഭനമുണ്ടാക്കുന്ന ആനയുടെ കലാകായിക പ്രകടനങ്ങൾ ഇവിടെ ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പിഞ്ചാനയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കാശ് കൊടുക്കുക. സംഭാവനകൾ 5 റുപ്പീസ്, 2 റുപ്പീസ്, 50 പൈസ, 25 പൈസ, എത്രയെങ്കിലും എന്തു വേണോ ആയിക്കോട്ടെ. അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നേരിട്ടും തരാം, അല്ലെങ്കിൽ എറിഞ്ഞും തരാം, വിരോധമില്ല. ഈ പരിപാടി ഇന്നിവിടെ വിജയമാണെങ്കിൽ എന്നും ഇതേപോലുള്ള പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നതാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതം ഒരു പുല്ലാണെന്ന ഭാവത്തിൽ ഒരു ചോദ്യ ചിഹ്നവുമായി നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഈ ആനയെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. മരണവുമായി മല്ലിട്ടുകൊണ്ടാണ്
നിങ്ങളുടെ പ്രിയങ്കരിയായ ഈ ആന നിങ്ങളുടെ മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന ഈ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി വിജയമാവുകയാണെങ്കിൽ നാളെയും വളരെ വ്യത്യാസമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളോടുകൂടി ഈ യജ്ഞം ഞങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതേപോലെ 4 മണിക്കൂർ നേരം തുടർച്ചയായി ഈ ആന ഇവിടെ യജ്ഞം നടത്തുന്നതാണ്. 4 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ആന നിർത്തിയല്ലോ. എന്താ ആരും പോരുത്, ദയവേദ. എന്താണ് ഈ ആന കാണിക്കുന്നത്? പോയിട്ടല്ല നിന്റെ അപ്പുറം കാണിക്കണോ? അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദിനേട്ടനോട് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാ മതി. കാർത്തിക്ക് അത്രയ്ക്ക് പേടിയുണ്ടോ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്റെ ധൈര്യം വിനയേട്ടനാണ്. ഇപ്പൊ ഈ ധൈര്യമൊക്കെ കാണും. കാര്യത്തോടടുക്കുമ്പം ഒരു കരച്ചില്, ഒരു ക്ഷമാപണം. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ വിധിയില്ലെന്ന് കരുതി വിനയേട്ടൻ എന്നെ ഒരു സഹോദരിയായി കാണണം എന്നൊക്കെ പറഞ്ഞ് വാസുവിന്റെ കൈയും പിടിച്ചിറങ്ങിപ്പോവും. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അതിനു മുമ്പ് കരയാൻ തുടങ്ങിയോ? ഛേ. എടീ, പൊടി വീട്ടില് പോകാനാ പറഞ്ഞത്. അച്ഛനെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നവൻ അച്ഛനെ മാത്രം പഠിപ്പിച്ചാ മതി, മോളെ പഠിപ്പിക്കണ്ട. മേലിൽ നിന്നെ ഇവിടെ കണ്ടുപോരുത്. നടക്കടി, നടക്കാൻ. അഴിഞ്ഞാടാൻ ഇറങ്ങിയേക്കാം. എന്നെ അനുസരിപ്പിക്കാൻ താനെന്റെ ആരാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? വാസു, അങ്ങ് വിട്ടുകളാ. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? നീ പോടാ. നീ ആരാ ഇതൊക്കെ പറയാൻ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. കെട്ടും. എനിക്ക് നിങ്ങളെ കാണുന്നത് വെറുപ്പാ. അന്തിപ്പിച്ചയ്ക്ക് വന്നവൻ അമ്മയ്ക്ക് നായരായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ അതാ നടക്കുന്നത്. അച്ഛനെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നവൻ മോക്ക് നായരായി. നിർത്തടാ. എന്താ നീ പറഞ്ഞത്? എന്താ പറഞ്ഞ? മോളെ കുഴഞ്ഞാണം വിട്ടിരിക്കല്ലേ അവന്റെ കൂടെ. നീ അവളെ പറ്റി അനാവശ്യം പറയല്ലേ വാസു? ഒന്നുമില്ല, നീ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അവള്? ആർക്ക് വേണം അവളെ? കണ്ടവന്റെ എച്ചിൽ ഞാനേ എന്നെ കിട്ടത്തില്ല, വേറെ ആളെ അന്വേഷിക്കണം. വെറുതെ ഇരിക്കും, വെറുതെ ഇരിക്കും. വേണ്ട, അഴവുള്ളവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം നിങ്ങളുടേത്. അയ്യോ വേണ്ട, പോരുത്. നിന്റെ എല്ലി ഞാൻ ചവിട്ടി പൊട്ടിക്കും. ചുമ്മാ അവൻ വലിയ വെളിവേടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അസൂയ പിടിച്ച തെണ്ടി. എന്റെ മോളെ വേറെ ആർക്ക് കല്യാണം കഴിച്ചോർത്താലും ഈ തെണ്ടിക്ക് ഞാൻ കൊടുക്കില്ല. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ.